വാ എന്താ രസം, അടിപൊളി. വേറെ നോക്കുക, ഇത് വേറെ ഒന്ന്. എന്ത് രസാലേ, അടിപൊളി. ഇതുപോലെ നമ്മളെ ഗ്യാലറിയിലുള്ള ഏതൊരു പാട്ടും ഇഷ്ടമുള്ള ഫോട്ടോ കൊടുത്തിട്ട് ഒരു ഓഡിയോ സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു വിഷ്വലൈസർ ഉണ്ടാക്കിയിട്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കുകയൊക്കെ ചെയ്യാം. അടിപൊളി. ഇതെങ്ങനെ ഉണ്ടാക്കുക? ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് AV പ്ലെയർ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ 1-2 പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഗ്യാലറിയിലുള്ള പാട്ടുകളൊക്കെ കൂടെ വരും. നമുക്കൊരു പാട്ട് ആദ്യം സെലക്ട് ചെയ്യുക. ഞാനൊരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്ത്, ഇനി ആ പാട്ട് നമുക്ക് ആദ്യം പോസ് ചെയ്യാം. ഇനി ഇതിന് നമുക്കൊരു വിഷ്വലൈസർ ആക്കി എടുക്കണം. അതിന് വേണ്ടി എന്താ, മേലെ 3 ലൈൻ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വിഷ്വലൈസർ എന്നുള്ള 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരം ഒരു വിഷ്വലൈസർ കൂടെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഫോർഗ്രൗണ്ടിലും എല്ലാം അടിപൊളി ഫോട്ടോ കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിനൊരു എഫക്റ്റ് കൊടുക്കണ്ടേ വിഷ്വലൈസറിന്. അതിന് മേലെ ഇതാ കുറേ കള്ളിക്കള്ളി കാണുന്ന, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിങ്ങ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ബാക്ക് കൊടുക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേൽ ചെയ്യാം. ഇനി നമുക്ക് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടുക്ക് പെൻസിലിൻ്റെ ഒരു ഐക്കൺ കാണുന്നില്ലേ മേലെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇമേജ് എന്ന് 2 ഇമേജ് കാണും. ആദ്യത്തെ ഇമേജ് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആണ്. ഇവിടെ ഇമേജ് എന്നുള്ള എടുത്തിട്ട് കസ്റ്റം ഇമേജ് എന്നുള്ള ഒരു ബോക്സ് കാണും. ആ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ പിക്ക് ഇമേജ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്ത്, ഇനി മേലെയുള്ള വലിയ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ബാക്ക് വരും. എന്നിട്ട് 2ാമത്തെ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കാണും കസ്റ്റം ഇമേജ്. ഇത് ഈ സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഫോട്ടോ ആണ്. അതും അവിടെ നമ്മൾ നേരത്തെ പോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ അതും സെലക്ട് ചെയ്ത്, എന്നിട്ട് ബാക്ക് വരിക. അടിപൊളിയിൽ നമ്മളൊരു സ്പെക്ട്രം ഇവിടെ ഉണ്ടാക്കിയെടുത്ത്. ഇനി ഇതെങ്ങനെയാണ് ഗാലറി സേവ് ചെയ്യേണ്ടത്? ഗാലറി സേവ് ചെയ്യാൻ മേലെ ഒരു ഡൗൺലോഡിൻ്റെ ഒരു ഏറോ മാർക്ക് കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നേരെ താഴെ പോയാൽ എക്സ്പോർട്ട് എന്ന് കാണും. ആ എക്സ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് എക്സ്പോർട്ട് ആകാനുള്ള ചെറിയ ടൈം വെയിറ്റ് ചെയ്യുക. നമ്മളെ വിഷ്വലൈസർ എക്സ്പോർട്ടിങ് കഴിഞ്ഞ് നമ്മളെ ഗ്യാലറി സേവ് ആക്കി. ഇനി നമുക്ക് നമ്മളെ ഗ്യാലറിയിൽ നിന്ന് അതെടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുകയോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ വിഷ്വലൈസറാണ് ഇത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഗ്യാലറിയിലുള്ള ഏത് പാട്ടും എടുത്ത് വിഷ്വലൈസർ ആക്കുക. ഇതിന് ഒരുപാട് എഫക്റ്റുകളും കൊടുക്കുക, ഇഷ്ടമുള്ള എഫക്റ്റുകളും കൊടുക്കുക. അടിപൊളി സംഭവം. നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.